ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിന്റെ 8-ാം ദിവസം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന് 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് അവന് പൊതുസമൂഹത്തിൽ കടന്നു വരുവാനോ മറ്റുള്ളവരോടൊപ്പം ഇടപഴകുവാനോ സാധ്യമായിരുന്നില്ല. സമൂഹം അവനെ അശുദ്ധൻ എന്ന പേരിൽ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. യഹൂദനായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ അടുക്കൽ വരുവാൻ അനുവദിക്കുന്നത് തന്നെ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നവരിൽ അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു. ജീവിതത്തിന്റെ മുഴുവനായുള്ള ഒരു വിശുദ്ധീകരണമാണ് അവൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവൻ സൗഖ്യം ആവശ്യപ്പെടുന്നതിന് പകരം എന്നെ ശുദ്ധിയാക്കുക എന്ന് ആവശ്യപ്പെട്ടത്. ഇവിടെ അവനോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നു, യേശു മനസ്സലിഞ്ഞു അവനെ തൊട്ടു എന്ന്. ലോകം ഇന്ന് വരെ മാറ്റി നിർത്തിയ, അവഗണിച്ച, തള്ളിക്കളഞ്ഞ, അശുദ്ധനെന്ന് പേര് കുത്തിയ അവനെ ലോകത്തിലെ എല്ലാ മനുഷ്യരെ പോലെ തന്നെ സമനാണ്, തുല്യനാണ് എന്ന് വെളിവാക്കാനാണ് യേശു കർത്താവ് അവനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടത്. ഈ വലിയ നോമ്പിലൂടെ നമ്മെക്കുറിച്ച് അർത്ഥമാക്കുന്നതും ഇതാണ്. സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ അവഗണനകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താനാണ്. അത്തരത്തിൽ ചേർത്ത് പിടിക്കലിന്റെ ഒരു കരമാകുവാൻ, ആശ്വസിപ്പിക്കലിന്റെ ഒരു വാക്കാകുവാൻ, സ്നേഹത്തിന്റെ കവാടങ്ങൾ തുറന്നിടുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ.